ഒക്കെ വേണ്ട ഒരു ഗുണമാണ് അച്ചടക്കം. അച്ചടക്കമില്ലാതെ ജീവിക്കുന്നവർക്ക് എന്തെല്ലാം കുഴപ്പങ്ങളാണ് ഉണ്ടാവുന്നത്. അത്തരത്തിലുള്ളൊരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എന്റെ കഥയുടെ പേരാണ് വായാടിക്കിളി വാലാട്ടിക്കിളി. ഒരിടത്ത് മരത്തിലൊരു കൂടി കെട്ടി ഒരു വായാട്ടിക്കിളി താമസിച്ചിരുന്നു. ഏതു നേരവും കൂട്ടിൽ അങ്ങനെ ചടഞ്ഞിരിക്കും. ഒരു പണിയും ചെയ്യില്ല. ആരെയും കാൽ കാശിന് സഹായിക്കുക പോലുമില്ല. എന്നാൽ ആ കുടിമടിച്ചുവിടുന്ന അവന് 100 മുഴം നീളമാണ്. ആരെങ്കിലും അവളെങ്ങാൻ പോയാൽ അവൾ ഉറക്കെ വിളിച്ചു പറയും, മാളോരേ, എന്റെ വാലാടിയില്ലെങ്കിൽ നേരം വെളുക്കൂല. നാട്ടാരേ, എന്റെ വാലാടിയില്ലെങ്കിൽ സൂര്യൻ ഉദിക്കൂല. പ്രിയപ്പെട്ടവരെ, എന്റെ വാലാടിയില്ലെങ്കിൽ കാറ്റടിക്കൂല. ചങ്ങാതിമാരെ, എന്റെ വാലാടിയില്ലെങ്കിൽ രാവും പകലും ഉണ്ടാവൂല. വഴിപ്പോക്കർ, ഈ വായാടി പക്ഷിയുടെ അഹങ്കാരം നോക്കണേന്ന് മൂക്കത്തി വിരലും വെച്ച് അവരുടെ പാടും നോക്കി പോകും. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ വായാടി പക്ഷിക്ക് വയറ് വിശന്നു. വിശന്നു പൊരിയും വരെ അവൾ കൂട്ടിൽ മടിച്ചിരുന്നു. ഇനിയും വൈകിയാൽ ചത്തുപോകുമെന്നായപ്പോൾ അവൾ കൂട്ടിൽ നിന്നും പതുക്കെ പറന്നുയർന്നു. എന്തെങ്കിലും തീറ്റി കിട്ടുമോന്ന് നോക്കി പറന്നു നടക്കെ താഴെ കുപ്പക്കിഴയിൽ തിളക്കം. അത് കണ്ട് അവളോട് കണ്ടു മണ്ണടിച്ചു. അതെന്താണെന്ന് നോക്കിയിട്ട് തന്നെ വേറെ കാര്യം. അവൾ താഴ്ന്ന് പറഞ്ഞ് അതിനടുത്തെത്തി കൊക്കൊണ്ടതിനെ കുത്തിമറിച്ചിട്ടു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അതൊരു പൊന്നും തരിയാണെന്ന്. കോലത്തെ തമ്പ്രാട്ടി കഴുത്തിലിട്ട് നടക്കുന്ന തടിച്ച സ്വർണമാലയാണ് അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നത്. എന്തൊരു ഗമയായിരുന്നു തമ്പ്രാട്ടിക്ക്. 3-4 തവണ മുഖത്തോട് മുഖം മുന്നിട്ടും ഒന്നും നോക്കുക പോലും ചെയ്യാതെ ഒറ്റ പോക്കായിരുന്നില്ലേ ആ ഗമക്കാരി. വായാടിക്കിളി പൊന്നുന്തരിയും കൊത്തി നേരെ കോലത്തേക്ക് പറന്നു. പൊന്നുന്തരി കൊക്കിലിട്ട് ചിവച്ച് മുറ്റത്തെ ചാരുകസേരയിൽ ചേരി കൊടുക്കുന്ന തമ്പ്രാനെ നോക്കി അവൾ തല്ലങ്കാരത്തോട് ചോദിച്ചു, എന്റെ അത്രയും പൊന്നുണ്ടോ കോലത്തെ തമ്പ്രാനെ? എന്റെ അത്രയും പൊന്നുണ്ടോ തമ്പ്രാന്റെ തമ്പ്രാട്ടിക്ക്? തമ്പ്രാൻ ആദ്യത്ര കാര്യമാക്കില്ല. ഏതോ തോന്നിയാസിക്കിളി എന്തോ പറയുന്നുവെന്നേ അദ്ദേഹം കരുതുള്ളൂ. അവളെ ശ്രദ്ധിക്കാതെ തമ്പ്രാൻ പഴയ പടി ചാരിക്കിടന്നപ്പോൾ അവൾ പിന്നെയും പാടി, എന്റെ അത്രയും പൊന്നുണ്ടോ കോലത്തെ പെട്ടിയില്? എന്റെ അത്രയും പൊന്നുണ്ടോ തമ്പ്രാന്റെ തമ്പ്രാട്ടിക്ക്? ഇത് കേട്ടതും തമ്പ്രാൻ തലീന്ന് തിരിച്ചു നോക്കി. വിശപ്പ് കൊണ്ട് ഏതോ ആക്രാന്തിക്കിളി പെച്ചും പെയ്യും പറയുന്ന തോന്നിയുള്ളൂ. അദ്ദേഹം തന്റെ പണിക്കാരെ വിളിച്ച് 5-6 മറ്റ് പഴഞ്ചോറ് എറിഞ്ഞു കൊടുക്കാൻ കൽപ്പിച്ചു. മുറ്റത്ത് വിതറിയ പഴഞ്ചോറ് കപ്പും കുപ്പും വാഴ്ത്തുന്ന ഒരു ഏമ്പക്കും വിട്ട് അവൾ പിന്നെയും പാടി, എന്റെ അത്രയും പൊന്നുണ്ടോ തമ്പ്രാന്റെ കോലോത്ത്? എന്റെ അത്രയും പൊന്നുണ്ടോ തമ്പ്രാട്ടി കുട്ടികൾക്ക്? ഈ കുറി തമ്പ്രാനെ കുറച്ച് ദേഷ്യം വന്നു. ഇത്രയും നരകങ്കാർക്കിളി തന്റെ കോവിലകത്ത് വന്ന് തന്നെ കളിയാക്കുന്നു. കൊക്കിലെത്ര പൊന്നുന്തുരുണ്ടെന്ന് കരുതി ഇത്ര അഹങ്കാരം പാടുണ്ടോ? തമ്പ്രാൻ തന്റെ പുറമണിക്കാരെ വിളിച്ച് ആ പക്ഷിയെ പിടിച്ച് അതിന്റെ പക്കലുള്ള പെണ്ണുന്തുരി പിടിച്ചു വാങ്ങി അതിനെ ആട്ടിപ്പാറ്റം കൽപ്പിച്ചു. അഭ്യാസികളായ പണിക്കാർ ആ പക്ഷിയെ പിടിച്ച് അതിന്റെ കൊക്കിലുള്ള പെണ്ണുന്തുരി പിടിച്ചു വാങ്ങി അതിനെ ആട്ടിപ്പാച്ചു. ആ ശല്യം ഒടിനെന്ന് കരുതി തമ്പ്രാൻ ചാർക്കസരിയിൽ ചാരി കൊടുക്കുന്നുണ്ട്. അതാ ആ പക്ഷിയുടെ പാട്ട് വീണ്ടും, എന്റെ അത്രയും പൊന്നില്ലാന്ന് കോലോത്തും പൊന്നില്ലാന്ന് തമ്പ്രാനും പൊന്നില്ലാന്ന് തമ്പ്രാട്ടിക്കും പൊന്നില്ലാന്ന് എന്റെ പൊന്നുന്തരും കൊണ്ടോയേ. തമ്പ്രാന് മൂക്കിന് തുമ്പത്തായി ദേഷ്യം. ഇത്രയും ആയിട്ടും നന്നാവാത്ത ആ മൂശാട്ട പക്ഷിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. ആ പക്ഷിയെ പിടിച്ച് അടുക്കളയിലെ കല്ലടുപ്പിലിട്ട് ചുട്ടെടുക്കാനായിരുന്നു പുതിയ നിർദ്ദേശം. പണിക്കാർ അങ്ങനെ ചെയ്തു. നാവിന് എല്ലില്ലാത്ത ആ വായാടി പക്ഷിയുടെ ജന്മം അങ്ങനെ കല്ലടുപ്പിലെ തീയിൽ അവസാനിച്ചു. അടക്കമില്ല ആ പക്ഷി അടുപ്പിൽ തീരും എന്നൊരു ചൊല്ലും പിന്നീടുണ്ടായി. നന്ദി.